വലൈക്കും അസ്സലാം. നല്ല രസമുണ്ടായിരുന്നു. സുഖായിരുന്നോ? നമുക്ക് പരീക്ഷ പേപ്പർ വരുമ്പോ നോക്കാം. പിന്നെ ഞാൻ അവർക്ക് ഒന്ന് പറഞ്ഞു തരാം എന്തൊക്കെയാണ് അതിന്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് പാഠമാണ് മാഉൻ സോഫി എന്ന് പറയുന്നത്. അപ്പോൾ ആ പാഠത്തിൽ നമുക്ക് വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാല് നമുക്ക് വായിച്ചു തരാൻ നോക്കാം കേട്ടോ. ഒരു ദിവസം വൈകുന്നേരം ഒരു ദുഃഖിതനായ ഒരു കുട്ടി വീട്ടിലേക്ക് മടങ്ങി. എങ്ങോട്ടാ മടങ്ങിയത്? വീട്ടിലേക്ക്. അവൻ അവന്റെ അധ്യാപികയിൽ നിന്ന് കേട്ടു. എന്താ കേട്ടത്? അവൻ അവന്റെ അധ്യാപികയിൽ നിന്ന് കേട്ടു ശുദ്ധമായ വെള്ളം ലഭിക്കാത്ത കുട്ടികളെ കുറിച്ച്. അപ്പോൾ ഉമ്മ ചോദിച്ചു. എന്താ ഉമ്മ ചോദിച്ചെന്നറിയോ? മോനെ എന്ത് പറ്റി? എന്താണ് ചോദിച്ചത്? മോനെ എന്ത് പറ്റി? അപ്പോ വലത് പറയാണ്, ഉമ്മ ഒരിത് സ്വഭാവന ദൂലരെ, എനിക്ക് $70 വേണം. ആര് പറയണത്? കുട്ടി ഉമ്മാനോട് പറയാണ്, ഉമ്മ എനിക്ക് $70 വേണം. അപ്പൊ ഉമ്മ ചോദിച്ചാണ്, സ്വഭാവന ദൂലരൻ $70? എന്താ ചോദിച്ചത്? $70? ലീമ എന്തിനാണ് ഈ തുക എന്നാണ് ചോദിക്കുന്നത്. ലീമ എന്തിന്? വലത് കുട്ടി പറയാണ്, ആഫ്രിക്കയിൽ ഒരു കിണർ കുഴിക്കാൻ. എന്തിനാണ് പൈസ ചോദിച്ചത്? ആഫ്രിക്കയിൽ ഒരു കിണർ കുഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ ഉമ്മ പറയാണ്, ആഫ്രിക്കയിലോ? ഉമ്മ ചോദിച്ചാണ്, പെട്ടെന്ന് ചോദിക്കണം, അത്ഭുതപ്പെടാണ്. എന്താണ് ആഫ്രിക്കയിലോ? നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഉമ്മ ചോദിക്കാണ്, ആഫ്രിക്കയിലോ? വലത് വിദൂരത്തുള്ള നാട്. എന്താ പറയുന്നത്? ദൂരമുള്ള രാജ്യം, ദൂരമുള്ള ഒരു നാട്. അപ്പൊ വലത് പറയാണ്, അതെ. എന്താ ചോദിച്ചത്? അതെ, കുടിക്കാൻ ശുദ്ധമായ വെള്ളം കിട്ടാത്ത ആയിരക്കണക്കിന് മക്കളുണ്ട് അവിടെ. എന്താണ്? അപ്പൊ വലത് പറയാണ്, ആഫ്രിക്കയിലാണ്, വിദൂരത്തുള്ള നാട്ടിലാണ്. അതെ, എന്താണ്? ആ സ്ഥലത്ത് തന്നെ ശുദ്ധമായ വെള്ളം കുടിക്കാൻ കിട്ടാത്ത ആയിരക്കണക്കിന് മക്കളുണ്ട് അവിടെ. കുട്ടി ഉമ്മാനോട് പറയാണ്. അപ്പൊ ഉമ്മ ചോദിക്കാണ്, യാ ബുനിയ, മോനെ, കൈഫ നജ്മുനൽ സവായിന ദൂലറൻ, $70 നമ്മൾ എങ്ങനെ സ്വരൂപിക്കും അല്ലെങ്കിൽ സമാഹരിക്കും എന്നൊക്കെ എഴുതിയാൽ മതി കേട്ടോ. സ്വരൂപിക്കും അല്ലെങ്കിൽ സമാഹരിക്കും എന്നൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ആ സംഭാഷണം അതോടെ തീരാണ് കേട്ടോ. പിന്നുള്ളത് എന്താണ് നോക്കൂ, എല്ലാവരും ടെസ്റ്റിൽ നോക്കിയിരിക്കണേ. അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണ്ടേ. അപ്പൊ നമ്മളെ ക്ലാസ്സിൽ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങി എന്നുള്ളൊരു അഭിപ്രായം ഈ ചെവിയിൽ കേൾക്കണം. മനസ്സിലായോ? അതിനെല്ലാവരും നല്ല പഠിക്കണം കേട്ടോ. ടീച്ചർ എത്ര ഡൗട്ട് വേണമെങ്കിലും ടീച്ചറിനോട് ചോദിച്ചോളൂ. ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട. നല്ല പഠിക്കണം കേട്ടോ. മക്കൾ പഠിക്കാറുണ്ടല്ലോ അല്ലേ? അടുത്തത് എന്താണ്? ഒരു ചെറിയൊരു സംഭാഷണമാണ് കേട്ടോ. അത് ആരൊക്കെയെന്നറിയോ? അത് ഉപ്പയും മോനും തമ്മിലുള്ള ചെറിയ സംഭാഷണമാണ്. ജലസ വലതും യുകഫിറു, മോനെ നീ എന്തിനാണ് ചിന്തിക്കുന്നത്? അതാണ് ഈ ഒരു സംഭാഷണം വരുന്നത് കേട്ടോ. ഇപ്പൊ വാലിദ് ചോദിക്കാണ്, അതായത് ഉപ്പ കുട്ടീനോട് ചോദിക്കാണ്, ബിമാ തുകഫിർ, എന്താണ് ചോദിക്കുന്നത്? നീ എന്തിനാണ് ചിന്തിക്കുന്നത്? അതായത് നീ എന്താണ് ചിന്തിക്കുന്നത്? ഉപ്പ ചോദിക്കാണ്, നീ എന്താണ് ചിന്തിക്കുന്നത്? അപ്പോ വലത് പറയാണ്, ദൂലറെ, എനിക്ക് $70 വേണം. അപ്പോ വാലിദ് പറയാണ്, എന്തിനാണ് ഈ തുക? അപ്പോ വലത് പറയാണ്, ഞാൻ ഒരു കിണർ കുഴിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് കുട്ടി എന്താണ് പറഞ്ഞോട് പറഞ്ഞത്? ഞാൻ ഒരു കിണർ കുഴിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. വാലിദ്, അയിന യബ്നിയ, എവിടെ മോനെ?
എവിടെ എവിടെയാണ് മോനെ മോൻ ചോദിക്കും, എവിടെ മോനെ എവിടെയാണെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ എന്താണ് വലത് പറഞ്ഞത്? ആഫ്രിക്കയിൽ. പിന്നെ വാലിദ് ചോദിക്കണം, മൻ ഖാല ഹാദാ, ഇത് ആരാണ് നിന്നോട് പറഞ്ഞത്? ഇങ്ങനെ ഈ കാര്യമുള്ളത് ആരാണോ അവനോട് പറഞ്ഞതാണ് ചോദിച്ചത്. അപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? മുദരിസതി, എൻ്റെ അധ്യാപിക. എന്താണ്? എൻ്റെ അധ്യാപിക നമ്മളെ ടീച്ചർ വിടുന്നതിനെ. വാലിദ് ലാ തഹ്സൻത, നീ ദുഃഖിക്കേണ്ട. ഉപ്പ പറയാണ് നീ ദുഃഖിക്കണ്ട. സനദ്മഉ ഇൻഷാ അല്ലാഹ്, നമുക്ക് അത് സമാഹരിക്കാം, സ്വരൂപിക്കാം. അതായത് നമുക്ക് ആ പൈസ എങ്ങനെയെങ്കിലും റെഡിയാക്കാന്നാണ് ഇപ്പൊ പറയുന്നത് കുട്ടിയോട്. അപ്പോൾ എന്താണ് വലത് പറയാണ്, ബാറകല്ലാഹു ഫീക, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, ആമീൻ. ഇതാണ് ഉള്ളത് ഈ ഒരു സംഭാഷണം. ഈ സംഭാഷണത്തില് അവൻക്ക് എന്താണ് $70 തികയാത്തത് കൊണ്ട് അവൻ വാട്സപ്പ് മെസ്സേജ് അയക്കാണ്. അപ്പോൾ $70 വേണ്ടത്. അപ്പൊ അവനെ ഇങ്ങനെയൊക്കെയോ സ്വരൂപിച്ച് എന്താട്ടി $70 വാങ്ങി. $70 കിട്ടിയപ്പോൾ ഇനി അതിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. അതൊരു പാരഗ്രാഫിലാക്കിയിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് പറയുന്നത്. $70 കൊണ്ട് അവൻ എവിടേക്കാണ് പോയത്? ജംഇയ്യത്തുൽ ഖൈരിയ്യ. എവിടേക്കാണ് പോയത്? എന്താണ് ഫോസ്റ്റർ ഓഫീസിലേക്ക് പോയി. ഈ ഓഫീസിലേക്ക് പോയപ്പോൾ നടന്ന കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. അതെ, ജമാ വലതും $70 അവൻ $70 കൊണ്ടു പോയി. വദഹബ ബിഹി ഇലാ മക്തബിൽ ജംഇയ്യത്തുൽ ഖൈരിയ്യ ബിഖൽദ, അവൻ എന്തുകൊണ്ട് പോയി? $70 കൊണ്ട് പോസ്റ്റർ ഓഫീസിലേക്ക് പോയി. കാല മുദീറു, അവനോട് ചോദിച്ചു, അവിടുത്തെ ഓഫീസർ ചോദിച്ചു, അഹ്സൻത യാ ബുനയ്യ, വെൽഡൻ മോനെ, വെൽഡൻ, അതായത് നല്ലതാണ് മോനെ, ഇത് നല്ലതാണ് എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പം ഇതിലേക്ക് കുറച്ച് തുകയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. എത്രയാണ്? അത് എത്രയെന്ന് നമുക്ക് നോക്കാം. ഒരു എന്താണ് കിണർ കുഴിക്കാൻ 1000, അതായത് $1000 കൂടി വേണം. അപ്പോൾ $8 വേണം. അപ്പൊ $1000 കൂടി വേണം പറഞ്ഞു. അപ്പം എന്താണ് ഇവൻ ആകെ സങ്കടമായിട്ടോ. പിറ്റേന്ന് പിറ്റേന്ന് ഇവൻ എന്താണ് ചെയ്തത്? ഇവന്റെ ഫ്രണ്ട്സുകളോട് കുറച്ച് പൈസ ചോദിക്കുകയാണ്. അപ്പം എന്താട്ടെ ഇപ്പം കുറച്ച് പൈസ ചോദിക്കുമ്പോൾ ഇപ്പം വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ചെയ്യാണ്, അതായത് ഫോണിലൂടെ അയച്ചു കൊടുക്കുകയാണ്. അതാണ് ഇപ്പോൾ അടുത്ത പാരഗ്രാഫ്. ഹസീസി, തുടക്കത്തിൽ തന്നെ എന്താണെന്ന് പറയാം. അസീസി, എൻ്റെ കൂട്ടുകാരാ അസീസി, ആഫ്രിക്കയിൽ ഒരു കിണർ കുഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. വെള്ളമില്ലാത്ത 1000 മക്കളുണ്ട് അവിടെ. കെഞ്ചി പറയാണ് കേട്ടോ. പിന്നെ ഒരു കിണർ കുഴിക്കാൻ $1000 കൂടി എനിക്ക് ആവശ്യമാണ്. അപ്പം അവൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ സാമ്പത്തിക കഴിവനുസരിച്ച് നിങ്ങൾ സംഭാവന ചെയ്യൂ. അതാണ് അവൻ ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക, അതായത് എന്താണ് സാമ്പത്തിക, നിങ്ങളെ കഴിവിനെ നിങ്ങൾക്ക് എത്ര പൈസ അതിനനുസരിച്ച് നിങ്ങൾ പൈസ ഇടും ഇതേക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശുക്രൻ, നന്ദി, ശുക്രൻ നന്ദി എന്നൊക്കെ നമ്മൾ പറയുന്നു. അതാണ്. അപ്പം അത് അങ്ങനെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇപ്പോൾ ആ കിണർ കുഴിക്കുന്ന സ്ഥാനത്ത് നമ്മളൊരു മദ്രസ അല്ലെങ്കിൽ ഒരു സ്കൂളാണ് നിർമ്മിക്കണമെങ്കിൽ അത് നമ്മൾ എന്താ പറയാന്ന് പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ, വരാൻ സാധ്യത ഉണ്ടാവും, വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഹസീസി തന്നെ അവിടെ നിൽക്കട്ടെ. പിന്നെ നുരീദ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? നുരീദു അവിടെ നിൽക്കട്ടെ. ഹഫ്ര ബിഇരി എന്നുള്ളടത്ത് എന്താ ചേർക്കേണ്ടത്? ഹഫ്ര ബിഇരി എന്നുള്ളടത്ത് നമ്മൾ ബിനാ ഇൽ മദ്രസത്തി, മദ്രസ നിർമ്മിക്കുകയാണ്. അപ്പോൾ ബിനാ ഇൽ മദ്രസത്തി. പിന്നെ ആലാഫുൻ മിനൽ അത്ഫാലി ആയിഷൂന ബിദൂനിൽ മാഇ എന്നുള്ളടത്ത് ബിദൂനിൽ ഇൽമ, എന്ന് പറഞ്ഞാൽ അമൽ പഠിക്കാനാണ് പോകുന്നത്. പിന്നെ നഹ്താജ് ഇലാ $1000 ലിയഹ്ഫറ ബിഇരിൻ വാഹിദ,
ലിഹഫ്ര ബിഇൽനിലോടത്ത് നമ്മൾ എന്തായിട്ടത് ബിലാ ഇൽ മദ്രസത്തിൽ വാഹിദ മനസ്സിലാകും. അതാണ് അവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ തബറു ഹസ്ബുസും അത് അവിടെ തന്നെ കണ്ട് വ്യാ ശുക്രൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ഒരു മൂന്ന് സ്ഥലത്ത് മാറ്റി കൊടുത്താൽ തന്നെ റെഡി ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെ ചോദിക്കും പരീക്ഷയ്ക്ക് നമുക്ക് എഴുതാനേക്കാരം ഇതേ മെക്കത്തൊരു സംഭാഷണം തരും. അതിനെ വേറെ എന്തെങ്കിലും സ്കൂളാക്കാനേക്കാരം അല്ലെങ്കിൽ എന്താണ് മദ്രസ ആക്കാനേക്കാരം പള്ളി ആക്കാനേക്കാരം അങ്ങനെ കുറേ ഇത് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം പഠിക്കണം കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഓന് ഫേമസ് ആയതാണ് കേട്ടോ. ആ ലോകത്ത് ഫേമസ് ആയി. നമുക്ക് നോക്കാം. അസ്തിഖായി എൻ്റെ കൂട്ടുകാരാ ഹൽ തഅരിഫുന മൻ ഹാദൽ വലതു ഈ കുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ചോദിക്കുകയാണ്. ഈ കുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? بعد أيام اجتمع الناس في قرية أفريقية لاستقبال هذا الولد ونادوا ريان ريان امتلأ القبر ريان بفرح وسرور والسرور مشهور بأعمال خير في العالمين. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. എന്താണ് ജനങ്ങൾ? ഒരു ദിവസം ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. ആഫ്രിക്കയിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. ഒരു കുട്ടിയെ സ്വീകരിക്കാൻ. എന്താണ്? ഒരു കുട്ടിയെ സ്വീകരിക്കാൻ. വനാദോ അവൾ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? റയ്യാൻ റയ്യാൻ. അവന്റെ പേര് വിളിച്ചു പറഞ്ഞു. അവന്റെ പേര് എന്താണെന്ന് അറിയോ? റയ്യാൻ എന്നാണ് അവന്റെ പേര്. അപ്പൊ റയ്യാന്റെ പേര് വിളിച്ചാണ് റയ്യാൻ റയ്യാൻ വിളിച്ചു പറഞ്ഞു. കബിലു റയ്യാൻ ബിഫറഹി വസുറൂരി. അവരെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. അത് കണ്ട് റയ്യാന്റെ ഹൃദയം നിറഞ്ഞു. ലോകത്ത് നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് അവൻ പ്രസിദ്ധമായി. പ്രസിദ്ധമായി. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്, ഈ ഒരു എന്താണ് പാഠത്തിലുള്ളത്. നെക്സ്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക ഹോംവർക്ക്, അതായത് ഒരു വർക്കാണ്. വർക്ക് എന്താണെന്ന് വെച്ചാൽ നോയിനു റിസാലത്തുൻ ഖസീറ ലിത്തഹ്സീനൻ റയ്യാൻ. ഇതിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ റയ്യാൻ്റെ ഒരു എന്താണ് എന്താ പറയുക ഒരു ആൽബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ആൽബത്തിന് ഇവിടെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അത് നമ്മളായിട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ട് എന്താണെന്നറിയോ? റയ്യാൻ അൻത നജ്മൂനൽ യൗം. എന്താണ് കൊടുത്തിട്ടുള്ളത്? റയ്യാൻ അൻത നജ്മൂനൽ യൗം. അപ്പോൾ അതിൻ്റെ തൊട്ടടിയിൽ ഡാഷ് 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 എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ.